ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. നമ്മളിൽ മിക്കവരും തലയിൽ ഹെന്ന ചെയ്യുന്നവരാണ്. അത് പലരും പലതരത്തിലാണ് ഹെന്ന മിക്സ് ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഞാൻ എങ്ങനെയാണ് ഹെന്ന മിക്സ് ഉണ്ടാക്കാറുള്ളത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എൻ്റെ ഹെയർ ഷോർട്ട് ഹെയർ ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ മുടിക്കനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉലുവ തലേന്ന് കുതിർത്തി വെക്കും. എന്നിട്ട് അത് ഒന്ന് അരച്ച് ഇതിൽ ചേർക്കാറുണ്ട്. പിന്നെ ഒരു ഇടത്തരം ബീറ്റ്റൂട്ട് ഗ്രേറ്റ് എടുക്കും. പിന്നെ ചായപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചെടുക്കും. ഞാൻ 2 കപ്പോളം വെള്ളം തിളപ്പിച്ചെടുക്കാറുണ്ട്. അതും എടുക്കാറുണ്ട്. ഞാൻ ഉലുവ അരച്ചെടുക്കുന്നത് ഈ വെള്ളത്തിലാണ്. ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെ തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളത്തിലാണ് ഞാൻ ഉലുവ അരച്ചെടുക്കാറുള്ളത്. ഞാൻ ഈ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ടിട്ട് അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. ചിലപ്പോൾ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പച്ചവെള്ളമൊന്നും ചേർക്കാറില്ല, ആ വെള്ളം തന്നെയാണ് ചേർക്കാറുള്ളത്. ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. അതിൻ്റെ ജ്യൂസ് മുഴുവൻ പിഴിഞ്ഞെടുക്കും. എന്നിട്ട് അതിൽ ചേർത്ത് കൊടുക്കും. പിന്നെ ഈ ബാക്കിയുള്ള ബീറ്റ്റൂട്ടില്ലേ, അത് കുറച്ച് ഈ ചായപ്പൊടി കാപ്പിപ്പൊടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. അരച്ചെടുത്തതിന് ശേഷം അത് ഒരു അരിപ്പയിൽ കൂടെ നന്നായിട്ട് അരിച്ചെടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ജ്യൂസ് കിട്ടും. നമ്മൾ പിഴിഞ്ഞിട്ട് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ജ്യൂസ് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അതും ഞാനിതിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ബീറ്റ്റൂട്ട് ചേർക്കുമ്പോൾ മുടിക്ക് നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കളർ വരും. എൻ്റെ തലയിൽ കുറച്ച് മുടികളൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബാർഗണ്ടി കളറിൻ്റെ ഒരു ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ആ കളറ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഷെയ്ഡിൽ വരും. നരച്ച മുടികൾക്ക് മാത്രമല്ല കേട്ടോ, കറുത്ത മുടികൾക്കും നല്ലൊരു ഗ്ലേസിങ് വരും. ഞാൻ ഈ ഹെന്ന മിക്സ് മാസത്തിൽ 2 തവണയെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായി കുറവ് ഫീൽ ചെയ്യാറുണ്ട്. ആദ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്ക് ആദ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ടിത് യൂസ് ചെയ്യാൻ പറ്റാറില്ല. തണുപ്പ് സമയത്തൊന്നും ഞാൻ ചെയ്യാറില്ല. ആ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് നമുക്ക് ചായപ്പൊടി വെള്ളം ചേർത്ത് അരിച്ചെടുത്ത് അതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അരച്ച് വെച്ച ഉലുവ കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഈ ബീറ്റ്റൂട്ടിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. ആവശ്യത്തിനുള്ള വെള്ളമായിട്ട് ചായപ്പൊടി കാപ്പിപ്പൊടി മിക്സ് വെള്ളമാണ് എടുക്കാറ്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കും. തൈരോ ലെമണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം. ചിലപ്പോൾ ലെമണും ചേർക്കാറുണ്ട്. ഒരു ലെമൺ അതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും അതിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ തൈര് ചില സമയത്ത് നമ്മൾ ഹെന്ന ചെയ്യാൻ എടുക്കുമ്പോൾ സമയത്ത് ബാക്കി ചേരുവകൾ ചേർക്കുന്ന സമയത്താണ് ചേർക്കാറ്. ചില സമയത്ത് ഞാൻ തലേന്ന് തന്നെ ഇത് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറാണ്. അതിനുശേഷം ഇത് നല്ലൊരു ഇരുമ്പ് പാത്രത്തിൽ വെക്കുകയാണ് നല്ലത്. ഇരുമ്പ് ചീനച്ചട്ടിയോ അങ്ങനെ ഒരു ഇരുമ്പിൻ്റെ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് ഒരു ദിവസം വെക്കുന്നതാണ് നല്ലത്. എൻ്റെ അടുത്ത് ആകെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി ഉള്ളത്. അതിലാണ് എനിക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാറ്. ഞാൻ അതിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ മിക്സ് ചെയ്ത് വെക്കാറില്ല. അതിന് പകരം എനിക്കൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു തന്നിട്ടില്ല, ഇതിൽ കുറച്ച് ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെച്ചാൽ മതി, കുറച്ച് ആണിയൊക്കെ ഇട്ട് വെച്ചാൽ മതി എന്ന് എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു തന്നു. അതിന് ശേഷം ഞാൻ ഇതിൽ ഹെന്ന മിക്സ് ചെയ്തിട്ട് ഇതിൽ ഞാൻ കുറച്ച് ഇരുമ്പാണികൾ ഇട്ടിട്ട് കവർ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. പിന്നെ രാവിലെ ഞാനിത് ഹെന്ന ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ആ ആണികൾ എടുത്ത് മാറ്റും.
നമുക്ക് തൈര് തന്നെ ചേർക്കണം എന്നില്ല, നമുക്ക് ലെമൺ ചേർത്താലും മതി. ഞാൻ ഇടയ്ക്ക് ലെമൺ ചേർക്കും, ഇടയ്ക്ക് തൈര് ചേർക്കും. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ ഇതിൽ കുറച്ചുകൂടെ സാധനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടെ ചേർക്കുമ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കാറാണ് ഞാൻ പതിവ്. ഞാൻ രാത്രിയാകുമ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ ഞാനെടുത്ത് മിക്കവാറും ഞാൻ രാവിലത്തെ ആ ഒരു പണി ഒതുങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ഹെന്ന ചെയ്ത് ഇടാറുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും ഹെന്ന ഞാൻ തലയിൽ വെക്കാറുണ്ട്. അത്രയെങ്കിലും വെച്ചാലാണ് നമുക്ക് ഹെന്ന തലയിൽ നന്നായി പിടിക്കുള്ളൂ. രാവിലെ ഇതെടുത്തിട്ട് ഞാൻ അതിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർക്കും. തേങ്ങാപ്പാൽ വളരെ നല്ലതാണ് മുടിക്ക്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും ചേർക്കും. അതിനുശേഷം അതിൽ അലോവേറയും ഞാൻ ചേർക്കാറുണ്ട്. അലോവേറയുടെ ജെല്ല് നമ്മൾ അതിലിടുമ്പോൾ ഈ കഷ്ണമായിട്ട് നിൽക്കില്ലേ, അതുകൊണ്ട് ഞാൻ ആ ജെല്ല് മാത്രം എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിക്കും. അപ്പോൾ അതൊരു ലിക്വിഡ് ഫോമിലായിട്ട് കിട്ടും. അതും കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കും. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ആണികളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ഹെന്ന മുടി ഇങ്ങനെ ചെറിയ ചെറിയ ലെയറുകളായിട്ട് എടുത്തിട്ട് ഹെന്ന ചെയ്ത് നന്നായിട്ട് മുടി ഫുൾ കവർ ചെയ്ത് എടുക്കും. എന്നിട്ട് ചില സമയത്ത് ഒരു കവർ ഇട്ട് വെക്കാറുണ്ട്, ചില സമയത്ത് കവറൊന്നും ഇടാറില്ല. അതോരോ സമയത്ത് തോന്നുന്ന പോലെയാണ്. ചിലപ്പോൾ കവർ ഇടും, ചിലപ്പോൾ കവർ ഇടാതെ വയ്ക്കും. ഇവിടെ ഞാൻ ഹെന്ന ചെയ്യുന്നതും ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം എനിക്ക് ബാത്റൂമിൽ ഇത് വെച്ചിട്ട് വീഡിയോയിൽ പിടിക്കാനും കൂടെയുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ ഹെന്ന ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മുടി കാണിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആ വീഡിയോ ഇല്ലയെന്ന് കണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ ഹെന്ന ചെയ്തിട്ടുള്ള അതുവരെയുള്ള വീഡിയോയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത്രയും ഞാൻ ഹെന്ന മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം മുടി കൊഴിച്ചിൽ നല്ല പോലെ നിൽക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ മുടിക്ക് ദോഷമുള്ള ഒരു കാര്യവും ഇതിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇതേപോലെ ഒന്ന് ഹെന്ന മിക്സ് ഉണ്ടാക്കിയിട്ട് ചെയ്തു നോക്കൂ. നല്ല ഫലം കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഈ ഹെന്ന മിക്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.